ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ GMൻ്റെ G10 GX10 എന്ന് പറയുന്ന മോഡലാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. അതിൻ്റെ മോഡുലാർ ടൈപ്പ് സ്വിച്ച് ബോർഡും അതിൻ്റെ പ്ലേറ്റും അതെങ്ങനെ നമുക്കത് റിമൂവ് ചെയ്യാമെന്നുള്ള ഡീറ്റെയിൽസ് വീഡിയോ, പ്ലേറ്റൊക്കെ എങ്ങനെ റിമൂവ് ചെയ്യാനുള്ള വീഡിയോയിലാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഇതാണ് അതിൻ്റെ പ്ലേറ്റ് വരുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ നമുക്കിത് അതിൻ്റെ റിമൂവ് ചെയ്യണമെങ്കിൽ ഒരു ടെസ്റ്റർ എടുത്തതിന് ശേഷം അതിൻ്റെ ലോക്ക് കണ്ടോ, ആ സൈഡിൽ കാണുന്ന ഇതാണ് അതിൻ്റെ പ്ലേറ്റ് വരുന്നത്. ഈ പ്ലേറ്റിൻ്റെ രണ്ട് അറ്റത്തായിട്ട് രണ്ട് ലോക്ക് കാണാൻ സാധിക്കും. ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാവും. ആ ഗ്യാപ്പിലൂടെ നമ്മൾ ടെസ്റ്റർ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് തിക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സൈഡും അപ്പുറത്തെ സൈഡും ഉണ്ടാവും. അപ്പോൾ നമ്മളിതിങ്ങനെ പതുക്കെ തുറന്ന് കിട്ടും. ഇച്ചിരി ബലം പ്രയോഗിക്കേണ്ടി വരും. പേടിക്കേണ്ട, ലോക്ക് കാര്യങ്ങൾ ഓടിയൊന്നുമില്ല. അപ്പോൾ ലോക്കുകളാണ് ഈ വരുന്നത്. ഈ ലോക്ക് ഇടുന്ന ഏരിയ ആണ് ഈ കാണുന്നത്. അതായത് നമ്മൾ വരുന്ന അത്രയും ലോക്കുകളുണ്ട്. ആ ലോക്കുകൾ കറക്റ്റായിട്ട് ഇതിൻ്റെ അത് കാണാൻ സാധിക്കും. ആ 1, 2 എല്ലാം തന്നെ ലോക്കുകൾ കറക്റ്റായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമുക്ക് ഈ പ്ലഗ് എങ്ങനെ ഊരാമെന്നാണ് നോക്കേണ്ടത്. പ്ലഗ് ഊരിനെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. പ്ലഗ് നമ്മൾ ഇതുപോലെ തന്നെ ടെസ്റ്റർ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. 2 ആരോ മാർക്ക് ലോക്കുകൾ കൊടുത്തിട്ടുണ്ട്. ലോക്കുകൾ ഇല്ലാത്ത 2 ഗ്യാപ്പുകളുണ്ടാവും. അത് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. അതായത് ആ പ്ലഗ് നമുക്ക് അതിൽ നിന്ന് ഊരിയെടുക്കണം. ഊരിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. കണ്ടോ, 2 ആരോ മാർക്ക് കൊടുത്തിട്ട് എല്ലാം കാണിക്കില്ല. അത് കണ്ടോ, ലോക്കില്ലാത്ത 2 ഗ്യാപ്പ് ഉണ്ടോ. അതിലൂടെ നമ്മൾ ടെസ്റ്റർ ജസ്റ്റ് അതിൽ പ്രസ് ഇട്ടതിന് ശേഷം, ഇട്ടതിന് ശേഷം ജസ്റ്റ് മുകളിലേക്ക് പ്രസ് ചെയ്യുക. മുകളിലേക്ക് തിക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 2 സൈഡും ഒരേപോലെ തിക്കി എടുക്കണം. കണ്ടോ, അതുപോലെ മുകളിലേക്കും തിക്കി എടുക്കുക, താഴെയും തിക്കി എടുത്തു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് തന്നെ പുറത്തേക്ക് വരും. അതല്ലാതെ നമ്മൾ എന്തൊക്കെ ശ്രമിച്ചാലും അതിൻ്റെ ലോക്ക് കാര്യങ്ങൾ ഒടിഞ്ഞു പോകാനുള്ള ചാൻസാണ് കൂടുതൽ. അപ്പോൾ അതുകൊണ്ട് ലോക്കുകൾ നമ്മൾ ആദ്യമേ റിമൂവ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അതായത് നമ്മൾ കറക്റ്റായിട്ട് ആ പറയുന്ന ആ ഗ്യാപ്പ് കണ്ടോ, അതായത് ആരാമാർക്ക് ചിലതെല്ലാം കാണിച്ചിട്ടുണ്ടാവില്ല, പക്ഷേ ലോക്കില്ലാത്ത 2 ഗ്യാപ്പുകളുണ്ട്. അത് എല്ലാ സ്വിച്ചുകളും ഏകദേശം ഒരു 90% സ്വിച്ചുകളും ഇതേപോലെ തന്നെയാണ് നമുക്ക് കറക്റ്റായിട്ട് കാണാൻ സാധിക്കും. അത് നമ്മൾ എടുത്തതിന് ശേഷമാണ് ആ ലോക്ക് കണ്ടോ, നമ്മൾ അതിനെ ടെസ്റ്റർ ഇതിനകത്തേക്ക് ഇടുക. ഇതും അതുപോലെ തന്നെ ഇടുക, അതും ആ സൈഡിലിടുക. ജസ്റ്റ് തിക്കി കഴിയുന്ന സമയത്ത് നമുക്ക് ആ ലോക്ക് റിലീസ് ചെയ്യുക. അതല്ലെങ്കിൽ നമ്മൾ ഈ ലോക്കുള്ള സ്ഥലത്താണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഇവിടെ കണ്ടോ അതിൻ്റെ ലോക്കുകൾ വരുന്ന അവിടെയാണ്. അപ്പോൾ ലോക്കുള്ള സ്ഥലത്താണ് നമ്മൾ ടെസ്റ്റർ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നതെങ്കിൽ ഈ കാണുന്ന ലോക്കുകൾ 1, 2, 3, 4 ലോക്ക് മുകളിലുണ്ട്. അതുപോലെ തന്നെ 4 ലോക്ക് താഴെയുണ്ട്. ഈ 4 ലോക്കും ഒടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഒടിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ പ്ലേറ്റ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല. നമ്മൾ എന്തെങ്കിലും പ്ലഗ് സോക്കറ്റ്, അതായത് ഇപ്പോൾ എന്തെങ്കിലും ചാർജറോ മൊബൈൽ ചാർജറോ എന്തെങ്കിലും കുത്തി വലിക്കുന്ന സമയത്ത് അത് മൊത്തം കൂടി ഊരിപ്പോരും. അതായത് 1 വേ സ്വിച്ച് ആണെങ്കിലും കറക്റ്റായിട്ട് ഇരിക്കില്ല, പുറത്തേക്ക് പോരും. അപ്പോൾ അതാണ് ലോക്കുകൾ കറക്റ്റായിട്ട്. പിന്നെ ഇത് നമുക്ക് എങ്ങനെ അമർത്തി പ്രസ് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ അതുപോലെ തന്നെ വെക്കുക. അതിന് മുകളിലും താഴെയായിട്ട് ജസ്റ്റ് പ്രസ് ചെയ്താൽ മാത്രം മതി. കുറച്ച് ബലം പ്രയോഗിക്കേണ്ടി വരും. പല മോഡൽസും പല ടൈപ്പാണ്. ഏകദേശം ഒരു 90% സ്വിച്ച് ബോർഡുകൾ, മോഡുലാർ ടൈപ്പ് സ്വിച്ച് ബോർഡുകൾ ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ ചില കമ്പനികൾ മാത്രമാണ് വ്യത്യാസമുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഇതിനെക്കുറിച്ച് എങ്ങനെയാണ് ലോക്ക് വിടിയിക്കേണ്ടതെന്ന്, പ്ലേറ്റിൻ്റെ ലോക്ക് വിടിയിക്കേണ്ടതെന്ന്, ഏകദേശം എങ്ങനെയാണ് ആ ഒരു സ്വിച്ച് കാര്യങ്ങൾ എങ്ങനെ എടുക്കേണ്ടതെന്നൊക്കെ ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.